ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം. വ്രതാനുഷ്ഠാനത്തെപ്പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശ്രദ്ധേയമായ രണ്ട് വചനങ്ങളുണ്ട്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാൻ മാസത്തിൽ അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസത്തോടെയും അവൻ്റെ പ്രീതി പ്രതീക്ഷിച്ചും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും വ്രതമനുഷ്ഠിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്: മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ മാസത്തിൽ ആരെങ്കിലും അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസത്തോടെയും അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടും വ്രതമനുഷ്ഠിച്ചാൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇവിടെ വ്രതാനുഷ്ഠാനവും രാത്രി നമസ്കാരവും രണ്ടും നിർവഹിക്കുന്നത് അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം. അപ്പോഴാണ് അത് പാപമോചനത്തിനും പരിശുദ്ധിക്കും പ്രതിഫലത്തിനുമൊക്കെ അർഹമായി തീരുന്നത് എന്നാണ് ഈ ഹദീസിൻ്റെ സാരം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ, 50-ലേറെ സ്ഥലങ്ങളിൽ സത്യവിശ്വാസത്തോടൊപ്പം സൽക്കർമ്മത്തെയും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനം സത്യവിശ്വാസമായിരിക്കണം എന്നതാണ്. ഏതുപോലെ എന്നാൽ വിത്തും വൃക്ഷവും തമ്മിലുള്ള ഒരു ബന്ധമാണ് സത്യവിശ്വാസത്തിനും അഥവാ അള്ളാഹുവിലുള്ള വിശ്വാസത്തിനും സൽക്കർമ്മത്തിനും തമ്മിലുള്ളത്. അപ്പോൾ വിത്തും വൃക്ഷവും തമ്മിൽ, അതായത് വിത്തിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടാകുന്ന വൃക്ഷം പോലെയാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടാകുന്ന സൽക്കർമ്മങ്ങൾ എന്ന് പറയും. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, കലിമത്തുൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫറുഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ. സത്യവചനത്തിന്റെ, ആദർശവാക്യത്തിന്റെ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഉദാഹരണം ഏതുപോലെ എന്നാൽ അത് ഒരു വിശുദ്ധമായ ഫലഭൂയിഷ്ടമായ ഒരു വൃക്ഷം പോലെയാണ്, ഫലം നൽകുന്ന ഒരു വൃക്ഷം പോലെയാണ്. അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ആഴ്ന്നിറങ്ങുന്നതും അതിൻ്റെ വേരുകൾ വാനം മുട്ട ഉയർന്നു നിൽക്കുന്നതും അത് സൽഫലങ്ങൾ ജനങ്ങൾക്ക് യഥേഷ്ടം അള്ളാഹുവിൻ്റെ അനുമതിയോടെ സമ്മാനിക്കുന്നതുമാണ് എന്നാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു വിശുദ്ധ വചനമാണ് ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ഫലങ്ങൾ നൽകുന്ന ഒരു മരം അല്ലെങ്കിൽ ഒരു സൽക്കർമ്മത്തിന് കാരണമായി തീരുന്നത് എന്നതാണ് ഇവിടെ വസ്തുത. നമ്മളിവിടെ നമ്മെ പരിശോധിക്കുക. നമ്മെ നോമ്പായാലും നമസ്കാരമായാലും മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനമായാലും ഏതൊരു നന്മയെയും സൽക്കർമ്മത്തെയും രൂപപ്പെടുത്തുന്നത് അടിസ്ഥാനപരമായി അയാളുടെ അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസത്തിൻ്റെ പ്രചോദനത്താൽ ആവണം. അപ്പോഴാണത് സൽക്കർമ്മമാവുന്നത്. നമുക്കങ്ങനെയാണോ നമ്മുടെ കർമ്മങ്ങൾ? പലപ്പോഴും നമ്മുടെ ആളുകളെ പാരമ്പര്യമായി കുടുംബ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്തെ അവരിലേക്ക് യാന്ത്രികമായി കടന്നു വന്ന ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് ഒരു ഊഹം, ഒരു ധാരണ, ഒരു തോന്നൽ ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വിശ്വാസം ദൃഢപ്പെടാത്ത നിലയിൽ ആചാരപരമായി നോമ്പോ നമസ്കാരമോ മറ്റു നന്മകളോ ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം. അതേപോലെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മതപാഠശാലകളിൽ നിന്ന് വിശ്വാസത്തെ സ്വീകരിച്ചിട്ടുള്ള, അള്ളാഹുലുള്ള വിശ്വാസത്തെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അവർ കൗമാരപ്രായം എത്തുന്നതോടുകൂടി അവരുടെ യുക്തിവിചാരം ഉണരുമ്പോൾ ആ യുക്തിവിചാരത്തിനനുസരിച്ച് വിശ്വാസത്തെ ആദർശവൽക്കരിച്ച് ഉൾക്കൊള്ളാനുള്ള ഒരു പഠനമോ ചിന്തയോ അവർക്കുണ്ടായെന്ന് വരില്ല. ആ സമയത്ത് അവിടെ ദൈവനിരാസത്തിലേക്ക് ആളുകളെ കടത്തിക്കൊണ്ടുപോകുന്ന ഇസ്ലാമോഫോബിക്കുകളായ ചില ഭൗതികവാദികളുടെ വിമർശനങ്ങളും അവരുടെ ആശയപരമായിട്ടുള്ള ആക്രമണങ്ങളും അവിടെ അതിൻ്റെ മുമ്പിൽ അത്തരത്തിലുള്ള ആളുകൾ വിശ്വാസപരമായി വീര്യം നഷ്ടപ്പെട്ടവരായി പോകുന്ന അവസ്ഥകളുണ്ടാകും. അങ്ങനെ വിശ്വാസപരമായി വീര്യം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം നമ്മുടെ യാന്ത്രികമായി വ്രതം അല്ലെങ്കിൽ നമസ്കാരമൊക്കെ കടന്നു വരുന്നത്. അതൊക്കെ നാട്ടിലുള്ള ആചാരം, കുടുംബത്തിലെ ഒരു ശീലം എന്ന നിലയിൽ ചെയ്യുന്നവരുണ്ടാകാം. അതുപോലെ മറ്റൊന്ന്, എല്ലാവരുമായിട്ടും ഉൾച്ചേർന്ന് സമ്പർക്കത്തിലായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ആളുകൾ പലരും ഈ മതം എന്ന് പറയുന്നത് അത് എല്ലാ മതങ്ങളും സത്യമാണ്, ഒരുപോലെ സത്യമാണ്, എല്ലാ ദൈവങ്ങളും സത്യമാണ്, എല്ലാം നന്മയാണ്, മൂല്യാധിഷ്ഠിതമാണ്, അതുകൊണ്ട് സർവമത സത്യവാദം കൊണ്ട് നടക്കുന്നുണ്ടാവാം. ഞാൻ ജനിച്ച മതം
അതെന്താണോ എന്നോട് അനുഷ്ഠാനം പറയുന്നത് അത് ഞാൻ ചെയ്യുന്നു, മറ്റുള്ളവൻ ചെയ്യുന്നത് അതും ശരിയാണ്, ഇതും ശരിയാണ്, ആ ദൈവവും ശരിയാണ്, ഈ ദൈവവിശ്വാസവും ശരിയാണ് എന്ന അർത്ഥത്തിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാകാം. അതിന് ചിലപ്പോൾ അവര് പിന്നെ വേദഗ്രന്ഥത്തിന്റെ വചനങ്ങൾ തന്നെ ചിലപ്പോൾ അവര് തെളിവായിട്ട് പറഞ്ഞെന്നും വരാം. അപ്പോൾ ആ അർത്ഥത്തിൽ വിശ്വാസത്തെ കൊണ്ട് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായ ദൃഢതയോ ബോധ്യമോ ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ അത് പിന്നെ ശരിയായ നിലയിൽ ഒരു സൽക്കർമ്മത്തെ രൂപപ്പെടുത്താൻ ആ വിശ്വാസത്തിന് സാധിക്കുകയില്ല. മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് പിന്നെ ഹിന്ദുത്വ ബഹുദൈവത്വ ശക്തികളുടെ ഫാഷിസ്റ്റ് സ്വഭാവത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളുണ്ട്. നിർബന്ധിതമായി ബഹുദൈവത്വം അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത പൊതുവെ തെരുവുകളിൽ നമ്മൾ കാണാറുണ്ട്. ജയ് ശ്രീരാം വിളിക്കാൻ പറയുന്നത് പോലെ. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അതിൻ്റെ മറ്റൊരു ഭാഷ്യമാണ് വന്ദേ മാതരം സ്കൂളുകളിൽ പാടുക. അതേപോലെ തന്നെ പിന്നെ ഔദ്യോഗികമായ പ്രോഗ്രാമുകളിൽ അത് നിർബന്ധമായും ജനഗണമനയേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി വന്ദേ മാതരം പാടുക എന്നുള്ളത്. അപ്പോൾ വന്ദേ മാതരം എന്നത് ഒരു പിന്നെ ജനാധിപത്യ മതേതര ജനസമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഒരു തരം പിന്നെ ബഹുദൈവ ആരാധനയെ അടിച്ചേൽപ്പിക്കലാണ്. അതിൻ്റെ മുമ്പിൽ, അതായത് സരസ്വതി ദേവിയെ പിന്നെ അതേപോലെ തന്നെ ദുർഗാദേവിയെ ഒക്കെ ആരാധിക്കാൻ പറയുന്ന, ലക്ഷ്മി ദേവിയെ ഒക്കെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്ന, അതല്ലെങ്കിൽ ഭാരതമാതാവിനെ ലക്ഷ്മിയായി ദുർഗയായി ഒക്കെ സങ്കല്പിച്ചുകൊണ്ട് വിഗ്രഹപരമായി അതിനെ സങ്കല്പിച്ചുകൊണ്ട് ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്ന ആരാധനാ മനോഭാവത്തോടു കൂടിയാണ് വന്ദേ മാതരം എന്ന് അതിന് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ അതിനെയും ഒരു വിശ്വാസി ഉൾക്കൊള്ളാൻ തയ്യാറാവുന്ന പക്ഷം അയാളുടെ വിശ്വാസം ശരിയല്ല, വ്യതിചലിച്ചു പോയ ഒരാളാണ്. അപ്പോൾ അവര് നോമ്പ് പിടിക്കുന്നത് കൊണ്ടോ നമസ്കരിക്കുന്നത് കൊണ്ടോ മറ്റ് സാധുജനപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ ഒന്നും തന്നെ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ അള്ളാഹുവിൻ്റെ അടുക്കൽ അതുകൊണ്ട് പ്രതിഫലം ഉണ്ടാവുകയില്ല. അതേസമയം ഭൗതിക ലോകത്ത് എന്തെങ്കിലും നന്മകൾ ചെയ്താൽ അതിൻ്റെതായ പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്നതിൽ കവിഞ്ഞ് പടച്ചവന്റെ അടുത്തോ പരലോകത്തോ അതിന് യാതൊരു പ്രതിഫലവും ഉണ്ടാവുകയില്ല എന്നാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരത്തിൽ അയാൾ നിർബന്ധിതമായി അയാൾ പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രഖ്യാപനം 5 നേരം ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കൂ എന്നാണ്. അങ്ങനെ ഒരാൾക്ക് മറ്റൊരു തരത്തിലുള്ള വിശ്വാസത്തെയും ദൈവവിശ്വാസത്തെയും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. പ്രപഞ്ചനാഥനായ സർവഗുണ സമ്പൂർണനായ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ ദൈവം, അവൻ മാത്രമാണ് ആരാധനയ്ക്കർഹൻ. അവൻ ഈ വന്ദേമാതരത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ പിന്നെ ഒരു പിന്നെ മാരകമായ നിലയിൽ സംഹാരശേഷിയോടെ ആയുധമേന്തി നിൽക്കുന്ന ഒരു ദുർഗാദേവിയെ അല്ല അവിടെ സങ്കല്പിക്കുന്നത്. റഹ്മാനും റഹീമുമായ കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിനെയാണ് അവിടെ വിശ്വസിക്കുന്നതും വാഴ്ത്തുന്നതും. അപ്പോൾ ആ അർത്ഥത്തിൽ നമസ്കാരം കഴിഞ്ഞാലും ഇത് തന്നെയല്ല, വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു, ഞങ്ങൾ അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുകയില്ല. മുഖ്ലിസീന ലഹുദ്ദീന, അവനെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനാ ശകലങ്ങൾ ഈ നമസ്കാരത്തിന് ശേഷമുള്ള പിന്നെ ദിക്റുകളിലും പ്രാർത്ഥനകളിലും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ അവസ്ഥയിൽ വിശ്വാസം എന്നത്, ഈമാൻ എന്നത്, അത് ഒരു മരത്തിന് വിത്ത് എങ്ങനെയോ അതേപോലെ കർമ്മത്തിന് വിശ്വാസം എന്നത് അത് അടിത്തറയാണ്. അതാണ് അതിൻ്റെ ശരിയായ അർത്ഥത്തിലുള്ള അതിൻ്റെ മൂലവാക്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദർശം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ വിശ്വാസത്തെ ഉൾക്കൊള്ളാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.